4 keys to answered prayer. പ്രാർത്ഥന കേൾക്കുന്നതിൻ്റെ 4 താക്കോല്, 4 അല്ല 5 താക്കോലുകൾ ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിവസം 2 ഇന്നലത്തെ ദിവസം 2 പറഞ്ഞു. ഒന്ന്, ദൈവത്തിനോട് ഹാർട്ട് ഫെൽറ്റ്, നമ്മുടെ ദൈവത്തോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക, ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന, അതാണ് ഹാർട്ട് ഫെൽറ്റ് പ്രെയർ. അത് യാക്കോബിലാണ് 5-ാം അധ്യായത്തിൽ പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞത് പ്രോട്ടോക്കോളുണ്ട്, നിയമമുണ്ട് സ്വർഗത്തിൽ. എല്ലാവരുടെയും പേരും പറഞ്ഞ് കയറാനൊക്കത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14:13, 16:23 അനുസരിച്ച് യേശുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വേണം കയറി വരാൻ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലുമെന്ന് ദൈവം തമ്പുരാൻ വാഗ്ദത്തം തന്നു. മൂന്നാമത്തേത്, പ്രെയർ ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയായിരിക്കണം. അതൊക്കെ ഈ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന എനിക്കത് എളുപ്പം മനസ്സിലാകും. ബട്ട് സാധാരണക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ ഉത്തരം കിട്ടത്തില്ല. അത്രയേ ഉള്ളൂ പ്രശ്നം. ദൈവം അനങ്ങത്തില്ല. വളരെ ദൈവം ഉണ്ടായിരുന്നു കളി. അപ്പം നമ്മളോട് വന്ന് പ്രെയർ ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ഗോഡ്സ് വിൽ. യെശയ്യാ 14:21 പറയുന്നത്, എൻ്റെ ഒരിക്കൽ നീ എന്നോട് വന്ന് ആർഗ്യ ചെയ്യുക, എന്നോട് കാണിക്കുക, ഞാൻ എന്തിനാണ് നിനക്ക് ഉത്തരം തരേണ്ടിയെന്ന്. ദൈവം വളരെ വിശ്വസ്തനാണ്. ഒന്നാമത് നമുക്ക് മനസ്സിലാക്കണം, ദൈവം നീതിമാനാണ്. പിന്നെ ദൈവം എനിക്ക് എപ്പോഴും നല്ലതേ ചെയ്യത്തുള്ളൂ. ദൈവത്തിന് അനുകൂലമായിട്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദൈവം ഉണ്ടായിരിക്കും, നമ്മളൊന്നും കുറ്റം പറയത്തില്ല. പക്ഷേ ഹി വിൽ നോട്ട് ഗിവ് ആൻസർ. പോയില്ലേ, നമ്മൾ വെറുതെ സമയം കളഞ്ഞില്ലേ. യെശയ്യായി പറയുന്നത്, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ എന്നോട് വന്ന് പറ, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പറ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. നിങ്ങളുടെ കോസ് എന്താണെന്ന് എന്നോട് കാണീര്, ഞാൻ മിണ്ടിത്തരാം. യെശയ്യാ 41:21 ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവിൻ എന്ന് യഹോവ കൽപ്പിക്കുന്നു, നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീൻ എന്ന് യാക്കോബിൻ്റെ രാജാവ് കൽപ്പിക്കുന്നു. ആണ് ഞാൻ പറയുന്നത്. എന്ത് ന്യായം കൊണ്ടാണ് നീ വരുന്നത്? ആരുടെ പേരും പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്? നിൻ്റെ ഹൃദയത്തിൽ നിന്നാണോ ആവശ്യങ്ങൾ വരുന്നത്? ഞാൻ ഉത്തരം തരുമെന്നേ, നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ വന്ന് പറയാമെന്നേ. തിരശ്ശീലയെല്ലാം മാറിയില്ലേ? ഈസ് കോളിങ് എസ്. പ്രെയർ ഓഫ് ലമെൻറ്റേഷൻ ഗീവ്സ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ഒന്നും കൂടെ പറയാം. പ്രെയർ ഓഫ് ലമെൻറ്റേഷൻ ഗീവ്സ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. പല വിശ്വാസികൾ ഈ ലെവലാണ്. അയ്യോ ഞാനത് ചെയ്തു, ഞാൻ ആരെയും കുറ്റം ചെയ്തില്ല, ഞാൻ അവർക്കത് ചെയ്തു. ഞാൻ ചിലപ്പം പറയും, അയ്യോ ഞാൻ അവർക്ക് അന്ന് അത്ര നന്മ ചെയ്തു, എന്നിട്ട് അവരെന്നെ ഓർത്തു പോലും ഇല്ല. ദീസ് ആർ ഓൾ കോൾഡ് ലമെൻറ്റിങ് പ്രേയേഴ്സ്. അതിനൊരു സൈക്കോളജിക്കൽ ഫീലിംഗാണ്. ഞാൻ അത്രയൊക്കെ ചെയ്തല്ലോ, ഞാനൊരു നല്ല വ്യക്തിയാണ്, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരു പ്രയോജനം ഇല്ലെന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുക. പ്രെയർ ഓഫ് ലമെൻറ്റേഷൻസ് ഗിവ്സ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. പ്രേ യൂസിങ് ഗോഡ്സ് വേർഡ്. ദൈവവചനം ഉപയോഗിക്കുക. ദെൻ ബി വില്ലിങ് ആൻഡ് ഒബീഡിയൻറ്റ് ടു ദ വേർഡ്. ഭർത്താവ് പറയുന്നത് അനുസരിക്കുക. ഷോ മീ വൈ വിച്ച് ക്രാഫ്റ്റ് ഷുഡ് നോട്ട് അറ്റാക്ക് യു. ഭർത്താവ് തന്നെ ചോദിക്കും. അല്ല, നിനക്കോ ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന ദുർമന്ത്രവാദികളുടെ പ്രാർത്ഥന വന്ന് ഫലിക്കുന്നതിൻ്റെ കാരണം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ജീവനില്ലാഞ്ഞിട്ടല്ലേ? നമ്മുടെ ദൈവത്തിൻ്റെ കുറവാണോ? അവർക്ക് അവരുടെ നിയമം അറിയാമല്ലോ. അവരെന്തുമാത്രം തീഷ്ണ വെച്ചിട്ട് രാവിലെയും പകലും ഉച്ചയ്ക്കും രാത്രിയിലും വെളുപ്പിനും എഴുന്നേറ്റിരുന്ന് അവർ മനസ്സുകൊണ്ട് കാണും നമ്മളെ ഉപദ്രവിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും, നമുക്ക് മനസ്സുകൊണ്ട് കാണാൻ അറിയത്തില്ല. പിന്നെ അങ്ങനെ പ്രാപിച്ചെടുക്കും ആത്മാവിൽ. വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പോടെ അത് കാണാനുള്ള ഒരു കൃപ. ദൈവം ഇട്ട് താപിച്ച കൃപ ഞാനങ്ങ് ചോദിക്കുക നിന്നോട്. അനേകർക്ക് അത് ഇട്ട് കൊടുക്കപ്പച്ച. അപ്പച്ചൻ പറയുന്ന ഈ വചനം അബ്സല്യൂട്ട് ട്രൂത്ത് അല്ലേ? അത് ഞങ്ങളുടെ ഹൃദയത്തിലങ്ങനെ ഈ ഇല്ല, അപ്പച്ചൻ്റെ വിരൽ കൊണ്ട് എഴുതിത്തരണം, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാനും പഠിപ്പിക്കാൻ. 42 യെശയ്യാ 42 പുട്ട് മീ ടു റിമെമ്പറൻസ്. എന്നെ ഓർപ്പിക്കുക. 43:26 എന്നെ ഓർപ്പിക്കാൻ. എന്നെ ഓർപ്പിക്കേ. നാം തമ്മിൽ വ്യവഹരിക്കുക. അയ്യോ ദൈവത്തിൻ്റെ അടുക്ക് ചെന്നാൽ ദൈവം അത് ചെയ്യുമോ, ദൈവം അത് നമ്മൾ, അയ്യോ ദൈവം നമ്മളോട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. വചനം അങ്ങനെയല്ലേ പറയുന്നത്. എന്നെ ഓർപ്പിക്കേ, നാം തമ്മിൽ വ്യവഹരിക്കുക, നീ നീതീകരിക്കേണ്ടതിനെ വാദിച്ചു കൊള്ളുക. കർത്താവിൻ്റെ കോടതി വന്ന് വാദിക്കാൻ അവസരം തന്നെ. ഇത് എന്നെ കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും ദൈവത്തിൻ്റെ സ്വർഗ്ഗ കയറി ചെന്നിട്ട് വാദിച്ചിട്ട് കേസ് ജയിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാക്കി കൊടുക്കുക. ഈ കിങ് ഹെസക്കിയ എന്ന് പറഞ്ഞ ഹിസ്കിയാവ് എന്ന രാജാവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ 38 പറയുന്നുണ്ട്. അദ്ദേഹത്തിനോട് ദൈവം പറഞ്ഞിട്ട് പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ വന്നിച്ച് പറഞ്ഞു, നീ ഒരുങ്ങിക്കോ, നിൻ്റെ മരണസമയമായെന്ന്. അപ്പം പ്രവാചകൻ ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് ഈ ഹിസ്കിയ രാജാവ് ബുദ്ധിയോട് തിരിഞ്ഞ് സങ്കടപ്പെട്ടു, അയ്യോ ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ല, എന്നെ ഓർക്കുന്നില്ല, ഞാൻ നിൻ്റെ നാമത്തിൽ അതൊക്കെ ചെയ്തതല്ലേ എന്ന് സങ്കടം പറഞ്ഞപ്പം ദൈവത്തിന് മനസ്സലിവ് തോന്നി. കാരണം അയാൾ ദൈവത്തിന് വേണ്ടി നന്മ ചെയ്തിട്ടുണ്ട്.
ഉടനെ തന്നെ ദൈവാത്മാവ് പറയും, തിരിച്ചു പോരി ചെന്നിട്ട് പറ, ഞാൻ അവന് ആയുസ് ദീർഘിപ്പിച്ചു കൊടുക്കും. 15 വർഷത്തോളം പിന്നെ ദീർഘിപ്പിച്ചു കൊടുത്തത്. അപ്പം ദൈവം താൻ തീരുമാനിച്ച തീരുമാനം പോലും പ്രാർത്ഥന കൊണ്ട് മാറ്റിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. യു മസ്റ്റ് പ്രേ ഇൻ അക്കോർഡൻസ് വിത്ത് ഗോഡ്സ് വേർഡ്. ദൈവ വചനാടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനാടിസ്ഥാനത്തിൽ എന്താ പറയുന്നത്? ഫിലിപ്പിയർ 4:6 സന്തോഷിപ്പി എന്നീ കരഞ്ഞോണ്ട്. അല്ല, ഞാൻ ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ ചെല്ലുമ്പം ഞാൻ പലരോടും പറയും, സ്ത്രീകളോട്, ഞാനെപ്പോഴും സ്ത്രീകളുടെ കൂട്ടത്തിലാണ് പ്രാർത്ഥിക്കാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പറയും, നിങ്ങളുടെ കൂടെ ഇരുന്നാൽ യേശു 5 മിനിറ്റ് പോലും ഇരിക്കത്തില്ലെന്ന് ഞാൻ പറയും. കാരണം എല്ലാം കംപ്ലൈൻറ്റുകളാണ്. എത്ര പേര് സ്തുതിപ്പും സ്തോത്രവും പറയുന്നതെന്ന് അറിയത്തില്ല. എല്ലാവരും കർത്താവ് ഓടിപ്പോയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവരെല്ലാം ചിരിക്കും. ഇറ്റ്സ് എ ട്രൂത്ത് ഓൾസോ. നമ്മൾ എന്നും കംപ്ലൈൻറ്റ് കൊണ്ട് പറഞ്ഞു. ഞാൻ ഒരു പാസ്റ്റർ പറഞ്ഞു ഓർക്കുന്നുണ്ട്, അയാളുടെ പള്ളിയിൽ, അയാളുടെ സഭയിൽ ഒരു സ്ത്രീ എപ്പോഴും വന്ന് കംപ്ലൈൻറ്റ് പറയും. നമ്മൾ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നവർ ഓർക്കുന്നില്ല, കേൾക്കുന്നവരെ ഇത് ഹേമിക്കും. അതുകൊണ്ടാണ് അതേ ടെലിഫോൺ ഞാൻ എടുക്കത്തില്ല. കാരണം നിങ്ങളുടെ എല്ലാം ഭാരവും വേദന ഞാൻ ഏറ്റെടുത്താൽ പിന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ ബലമില്ല. കാരണം എനിക്ക് പിന്നെ ഈ വചനം വായിക്കാനുള്ള ശക്തി പോലും വരത്തില്ല. ഇതിന് പവറുണ്ട്. നമ്മൾ ഈ നെഗറ്റീവ് പറയുന്നതിനും പോസിറ്റീവ് പറയുന്നതിനും പവറുണ്ട്. അപ്പം ഈ പാസ്റ്റർ പറഞ്ഞ് എല്ലാ ദിവസവും ഈ സ്ത്രീ വന്ന് അവരുടെ ഭാരം പറഞ്ഞു അയാളെ വിഷമിപ്പിക്കുക. അവസാനം അയാളുടെ മുറിക്ക് പുറകിലൊരു ഡോറ് വെച്ചു. പുറയിലൊരു ഡോറ് വെച്ച് അയാൾ പറഞ്ഞേ, സെക്രട്ടറിയോട് പറഞ്ഞു, നിങ്ങൾ ആ സ്ത്രീ വരുന്നുണ്ട്, എന്നെ ഒന്ന് അറിയിച്ചേക്കണം. ഞാൻ ഈ പുറയിലത്തെ ഡോറ് തുറന്ന് ഇറങ്ങി പൊക്കോളാം, അവരറിയണ്ടല്ലോ, എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അയാളൊരു ഡോറ് പുറകിൽ വെച്ച് ഈ ആവലാതി പറയുന്ന സ്ത്രീയെ രക്ഷപ്പെടാൻ അയാൾ ആ പുറകിൽ കൂടെ ഇറങ്ങി ഓടിക്കളി. ശരിയല്ലേ ഞാനീ പറയുന്നത്? നമ്മളിലും പലരും ഇങ്ങനെ ഈ ആവലാതി വേവലാതി മാത്രം പറയുന്നവരല്ലേ? കർത്താവ് പുറകിൽ ഡോറ് വെച്ച് ഇറങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ദയവ് ചെയ്ത് ദൈവം പറയുന്ന നിയമം അനുസരിച്ച് ചെയ്യേ. കർത്താവ് പറയുന്നത് സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ എൻ്റെ ഇരിക്കുമെന്ന് പറയാം. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. അപ്പോൾ സന്തോഷിക്കുക, കഷ്ടത്തിൻ്റെ നടുക്കൊന്ന് ചിരിക്കാൻ. സങ്കീർത്തനം 2 പറയും, ദുഷ്ടനെ നോക്കി യഹോവ ചിരിക്കുന്നു. ഈ അടുത്തിടെ എനിക്ക് പണ്ട് എപ്പോഴും അകത്തുനിന്നൊരു ചിരി വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അത് ആത്മാവിട്ടതാണ്. എന്നാൽ ഒത്തിരി ഭാരം വന്ന പിന്നെ അതങ്ങ് മാറിപ്പോയി. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, ആ പണ്ടത്തെ ഉള്ളിൽ നിന്നുള്ള ചിരി അങ്ങ് പോയി കർത്താവേ, അതങ്ങ് പോയി. മറ്റേ ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഈ വീഞ്ഞ് പൊങ്ങി, അല്ലെങ്കിൽ വെള്ളത്തിൽ ഈ എയർ പൊങ്ങി വരത്തില്ലേ സോഡായ്ക്കകത്ത്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വചനം പഠിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ കിടുകിടാന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആത്മാവ് പൊങ്ങി വരുന്നത് എനിക്കറിയാം. ഐ ഫീൽ സോ പ്രഷ്യസ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഞാൻ ദൈവത്തോട് പറയായിരുന്നു, അതങ്ങ് മാറിപ്പോയല്ലേ, എവിടെ പോയെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം അത് കർത്താവ് തന്നെ വന്നത് തിരിച്ചിട്ടെന്ന്. അതാണ് എനിക്ക് ഈ ഇടയ്ക്ക് ഈ ചിരി സന്തോഷം വരുന്നത്. ബിക്കോസ് സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഹി ഹാസ് പുട്ട് ദ ജോയ് ഇൻസൈഡ് മീ. അത് അവന് ഈ കുപ്പിക്കകത്ത് നമ്മൾ കൊണ്ടുപോയി പ്രഷർ അയച്ചിട്ട് കയറ്റി വെക്കുന്ന പോലെ അപ്പച്ചൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മളെല്ലാവരും വാങ്ങിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 4-ാമത്തെ പോയിൻ്റ് പ്രേ ഇൻ അക്കോർഡൻസ് വിത്ത് ഹിസ് വേർഡ്. 5-ാമത്തെ പ്രെയർ വിത്ത് കോൺഷ്യസ്നെസ് ഓഫ് ദ കവനന്റ്. ദൈവം ഉടമ്പടി ചെയ്ത ദൈവമാണെന്നും ആ ഉടമ്പടി അനുസരിച്ച് ചെയ്യുമെന്നും വിശ്വസിക്കണം. അങ്ങനെ 5 പോയിന്റുകളാണ് ദൈവം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഈ 5 പോയിന്റ് അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ വാങ്ങിച്ചെടുക്കുക തന്നെയല്ല. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നോ ബെറിയൽ ഓഫ് അവർ ചിൽഡ്രൻ or grandchildren in our family. Devil, you take your hand off. No divorce in our family. No orphans in our family. No curses in our family. No early death or no sickness in our family. No jail or shame in our family. അവൻ്റെ സകല തന്ത്രങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിനെതിരായിട്ട് അവൻ കൊണ്ടാക്കി വെക്കുന്ന സകലത്തിനെയും വലിച്ചു പാരിച്ച് തീ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾ എന്നുള്ള പദവിയിൽ നടത്താൻ നമ്മളെ പഠിപ്പിച്ചെടുക്കണം. എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയണ്ടല്ല. കർത്താവെ ഞാൻ സന്തോഷിക്കുന്നു, നീ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തെടുക്കും. കർത്താവിൻ്റെ ഞങ്ങളുടെ ആവശ്യങ്ങൾ, തലമുറകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ തീഷ്ണത നീ കണ്ടിട്ടുണ്ട്. അവർ ദൈവത്തിൽ സന്തോഷിച്ച് ജീവിപ്പാൻ ദൈവത്തിൻ്റെ അപ്പച്ചൻ്റെ അരയ്ക്ക് അവരെ കെട്ടിവെക്കുക. അവിടെ നിൽക്കട്ടെ, പഠിച്ചെടുക്കട്ടെ. എല്ലാവരും അവിടെ നിന്ന് ഏത് പ്രായമാണെന്നതിനും പ്രശ്നമില്ല. അങ്ങനെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇന്നത്തെ ദിവസം ഇതുവരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തവർ ഇതുപോലെ വെച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൽ ഡെവിളിന്, പിശാചിനോട് നിൻ്റെ മുട്ടും മടക്കാൻ ഞാൻ പറയാം. മതി നീ കളിച്ചത്. കുറേ നാളായല്ലോ മനുഷ്യരായിട്ടുണ്ട് ഉപദ്രവിക്കുന്നത്. നമ്മൾ ദൈവത്തിനെ അനുസരിച്ച് ദൈവം പറയുന്ന വിധത്തിൽ പ്രാർത്ഥിക്കുക,
ദൈവം നമുക്ക് അനുഗ്രഹം തന്നു. 5 പോയിൻറ്റുകൾ ഞാൻ പറഞ്ഞത്: 1, ദൈവത്തിൻ്റെ ഹാർട്ട് ഫെൽ പ്രെയർ. 2, ജുഡീഷ്യൽ നിയമം, ദൈവത്തിൻ്റെ നിയമം, പ്രേ ഇൻ ജീസസ് നെയിം. 3, പ്രേ ഇൻ അക്കോർഡൻസ് വിത്ത് ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിക്കണം. പിന്നെ 4, ദൈവത്തിൻ്റെ വചനാടിസ്ഥാനത്തിലായിരിക്കണം. പിന്നെ ദൈവത്തിൻ്റെ കവനൻ്റ്, ഉടമ്പടി ദൈവം പൂർത്തിയാക്കുന്ന ദൈവമാണെന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ 5 പോയിൻറ്റുകളാണ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 സെഷൻസും നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറച്ചു തന്നിരിക്കുകയാണ്. കർത്താവെ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് പഠിപ്പിക്കുമ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ചിലപ്പം ചിന്തിക്കും, പക്ഷെ ചിലപ്പോൾ അല്ല. എങ്ങനെയാണ് ക്ലാരിറ്റി ഞങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ സംശയങ്ങൾ മാറും. ക്ലിയറായിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. പിന്നെ ഞങ്ങൾ അയച്ച പ്രാർത്ഥന അപ്പച്ചൻ്റെ സിംഹാസനത്തിലുണ്ട്, അത് തക്ക സമയത്ത് ഉത്തരം വരും. ആ ഒരു വിശ്വാസം എന്നിട്ട് തന്നതിന് സ്തോത്രം. എൻ്റെ ദൈവം നന്മ മാത്രം. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദി ടൈം. എൻ്റെ ദൈവം നല്ലവനാണ്, അവനെ രുചിച്ചറിയണം. അവൻ നല്ലവനല്ലോ. ഇസ്രായേൽ ഗൃഹം അങ്ങനെ പറയട്ടെ, യാക്കോബ് ഗൃഹം അങ്ങനെ പറയട്ടെ. ദൈവത്തിൻ്റെ ആത്മാവെ, നീ നല്ലവനാണെന്ന് പറയാൻ ഞങ്ങളുടെ ആത്മാവിനെ തീ കത്തിക്കണം അപ്പച്ച. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി വേണ്ടാത്തടത്ത് പോയി ദൈവത്തിന് ഹിതമല്ലാതെ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അതൊക്കെ ഛർദ്ദിച്ച് പോട്ടെ അപ്പച്ച. പകരം ഒരു ദൈവത്തിൻ്റെ വിശുദ്ധ ഭക്ഷണം, ക്രിസ്തുവാകുന്ന ഭക്ഷണം കഴിക്കുന്നവരായി മാറണം. ക്രിസ്തുവിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കണം. പറയാവുന്ന ക്രിസ്തുവിൽ വീട് പണിയട്ടെ അപ്പച്ച. മണ്ണിന്മേൽ പണിയുന്നവരാകാതെ, മണലിന്മേൽ വീട് പണിയുന്നവരാകാതെ ക്രിസ്തുവാകുന്ന പാറയിൽ പണിയുന്നവരാക്കി മാറ്റിക്കാട്ടെ അപ്പച്ചൻ. അത് ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ, ആമേൻ.